അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം നടത്തിയത് വെറുതെ ആയിരുന്നില്ല. യുഎസും യുഎഇയും തമ്മിൽ ഒപ്പുവെച്ചത് 20,000 കോടി ഡോളറിന്റെ കരാറുകളാണ്. മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎഇയിൽ എത്തിയപ്പോഴാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചത്. ഇതുകൂടാതെ 10 വർഷത്തിനിടെ അമേരിക്ക $1,00,000 കോടി നിക്ഷേപം യുഎഇ നടത്തുമെന്നും പ്രഖ്യാപിച്ചു. വ്യോമയാനം, പ്രകൃതിവാതക ഉൽപാദനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും കരാറുകൾ ഒപ്പുവെച്ചത്. ബോയിങ്, GE എയ്റോസ്പേസ്, ഇത്തിഹാദ് എയർവേസ് എന്നിവ തമ്മിൽ $1,450 കോടി ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു. അബുദാബിയിൽ പുതിയ 5 ജിഗാവാട്ട് ശേഷിയുള്ള UAS ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസ് തുറക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. അമേരിക്കയും UAEയും തമ്മിലുള്ള സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതായിരിക്കും ഈ പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടം ട്രംപും ഷൈഖ് മുഹമ്മദും ചേർന്ന് നിർവഹിച്ചു. പ്രകൃതിവാതക മേഖലയിൽ അമേരിക്കൻ കമ്പനികളായ എക്സോൺ മൊബിൽ, ഓക്സിഡന്റൽ പെട്രോളിയം, EOG റിസോഴ്സസ് എന്നിവയുമായി അഡ്നോക് $6,000 കോടി കരാറിലെത്തുകയും ചെയ്തു. വ്യാഴാഴ്ച പ്രാദേശിക സമയം 3 മണിയോടെയാണ് ട്രംപ് UAEയിലെത്തിയത്. അബുദാബി വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എത്തി ട്രംപിനെ സ്വീകരിച്ചു. UAEയുടെ ഫൈറ്റർ ജെറ്റുകൾ രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് 1 വിമാനത്തിന് അകമ്പടി നൽകുകയും ചെയ്തിരുന്നു. UAE സന്ദർശിക്കുന്ന രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2008 ജോർജ് W. ബുഷാണ് ഇതിനു മുമ്പ് UAE സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. അതേസമയം UAE സന്ദർശനത്തിന്റെ ഭാഗമായി ഖസർ അൽ വദ്നിൽ ഒരുക്കിയ ചടങ്ങിൽ UAEയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സമ്മാനിച്ചു. ശുദ്ധമായ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഈ മെഡൽ വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള പ്രസിഡന്റുമാർക്കും വിശിഷ്ട വ്യക്തികൾക്കും സമ്മാനിക്കാറുള്ള അപൂർവ ബഹുമതിയാണ്. UAE രാഷ്ട്രപിതാവ് ഷൈഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നാമധേയത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. 2008 ജോർജ് W. ബുഷിന് ശേഷം ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ US പ്രസിഡന്റാണ് ട്രംപ്. ഖസർ അൽ വദ്നിൽ നടന്ന ചടങ്ങിനിടെ ഹസ അൽ മൻസൂരിയും സുൽത്താൻ അൽ നിയാദിയും അടക്കമുള്ള UAE ബഹിരാകാശ യാത്രികരുമായും ട്രംപ് സംഭാഷണം നടത്തി. UAEയുടെ ബഹിരാകാശ പദ്ധതികൾ ഇവർ US പ്രസിഡന്റിന് വിശദീകരിച്ചു നൽകി. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2 ദിവസത്തെ ഖത്തർ സന്ദർശനം പൂർത്തിയായി. ഇരു രാജ്യങ്ങളും $24,350 കോടി കരാറിലാണ് ഒപ്പുവെച്ചത്. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളവും ട്രംപ് സന്ദർശിച്ചു. ട്രംപിന്റെ ഖത്തർ സന്ദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ബോയിങ്ങിൽ നിന്ന് ഖത്തർ എയർവേസിന് വേണ്ടി 210 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറാണ്. $9,600 കോടി കരാർ. ബോയിങ്ങിന്റെ ഏറ്റവും വലിയ വിമാനമായ 787 ഡ്രീം ലൈനറുകളും 777X വിമാനങ്ങളുമാണ് കരാറിലുള്ളത്. ബോയിങ്ങിന് ഒരു വിമാന കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ കരാറാണിത്. ഊർജ്ജ മേഖലയിൽ $850 കോടി സാങ്കേതിക മേഖലയിൽ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളുമായി $9,700 കോടി കരാറുകളിൽ ഒപ്പുവെച്ചു. ഖത്തറുമായുള്ള $24,350 കോടി ഇടപാട് അമേരിക്കൻ സമ്പദ്ഘടനയിൽ $1.20 കോടി സ്വാധീനമുണ്ടാക്കുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കിയതിൽ ഇറാൻ ഖത്തർ അമീറിനോട് നന്ദി പറയണമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലെ വ്യാപാര പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഖത്തറിലെ അമേരിക്കയുടെ വ്യോമതാവളത്തിൽ സന്ദർശനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.